Good morning students, welcome to the video. Next topic എന്ന് പറയുന്നത് application of electronics in defense sector. ഇലക്ട്രോണിക്സിന്റെ ഡിഫൻസ് സെക്ടറിലുള്ള ആപ്ലിക്കേഷൻ. In a war, success or defeat of a nation depends on reliability of communication. കമ്മ്യൂണിക്കേഷന്റെ റിലയബിലിറ്റി ആശ്രയിച്ചിരിക്കും ഒരു രാജ്യത്തിന്റെ ഒരു യുദ്ധരംഗത്തുള്ള വിജയവും പരാജയവും. ഓക്കെ, സാധാരണഗതിയിൽ ആധുനിക വാറുകളിൽ യുദ്ധങ്ങളിൽ ഓരോ രാജ്യവും ചെയ്യുന്നത് ശത്രു രാജ്യത്തിന്റെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തകർക്കുക. അതാണ് ആദ്യമേ അവര് പ്ലാൻ ചെയ്യുന്നത്. ശത്രു രാജ്യത്തിന്റെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തകർത്താൽ തീർച്ചയായിട്ടും യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയും. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ജാം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനുള്ള തന്ത്രങ്ങളാണ് ഓരോ രാജ്യവും ഇന്ന് ആവിഷ്കരിക്കുന്നത്. ഓക്കെ, അപ്പോൾ യുദ്ധത്തിലുള്ള സക്സസും ഡിഫീറ്റും പൂർണ്ണമായിട്ടും കമ്മ്യൂണിക്കേഷന്റെ റിലയബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇന്ന് ലോകത്തെ സൈനിക ശക്തിയിൽ മുൻപന്തിയിലിരിക്കുന്ന മിക്ക രാജ്യങ്ങളും ചെയ്യുന്നത് എനിമി കൺട്രിയുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തകർക്കാനുള്ള മാർഗങ്ങളാണ് അവര് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇൻ മോഡേൺ വാർഫെയർ കമ്മ്യൂണിക്കേഷൻ ഈസ് എൻറ്റയർലി ഇലക്ട്രോണിക്. ഓക്കെ, ആധുനിക യുദ്ധരംഗത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്യുവർലി ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, പണ്ട് നമ്മുടെ ഇന്ത്യൻ കരസേനയിൽ ഈ ടെലഫോൺ ഓപ്പറേറ്ററുടെ ഒക്കെ തസ്തിക ഉണ്ടായിരുന്നത്. ഇന്ന് അതൊക്കെ പൂർണ്ണമായിട്ടും നിർത്തിക്കൊണ്ടിരിക്കുകയാണ്, അബോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, guided missiles are completely controlled by electronic circuits. Okay, നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാർ തീർന്നത് 45-ലാണ്. ഓക്കെ, അതിനുശേഷമുള്ള ഒരു 70 കഴിഞ്ഞിട്ടുള്ള പല യുദ്ധങ്ങളിലും ആദ്യമേ മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ചുള്ള അറ്റാക്ക് അല്ല ആദ്യമേ നടക്കുന്നത്. ഓക്കെ, കാരണം പണ്ട് കാലങ്ങളിൽ ആദ്യമേ കരസേനയായിരിക്കും ആദ്യമേ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വശത്തും ആൾനാശം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി മോഡേൺ വാർഫെയർ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിക ശക്തിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് മിസൈൽസും എയർഫോഴ്സിനെയുമാണ്. ഓക്കെ, അതായത് ഫൈറ്റർ ജെറ്റ്സ് ഉപയോഗിച്ച് എനിമി കൺട്രീസിൽ ബോംബ് അറ്റാക്ക് ചെയ്യും, ബോംബിംഗ് നടത്തും, അല്ലെങ്കിൽ മിസൈൽസ് ഉപയോഗിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഈ ഗൈഡഡ് മിസൈൽസ് ആർ കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. അങ്ങനെ ഉപയോഗിക്കുന്ന ഗൈഡഡ് മിസൈൽസിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്. നമുക്കറിയാം നമ്മളുടെ മിസൈൽ ടെക്നോളജി, ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നവരാണ്. ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ മിസൈൽ ടെക്നോളജി? തീർച്ചയായിട്ടും APJ അബ്ദുൽ കലാമാണ്. നമ്മുടെ മിസൈൽ എന്ന് പറഞ്ഞാൽ അഗ്നി 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അഗ്നി 2, അഗ്നി 3, അഗ്നി 4 ആൻഡ് അഗ്നി 5. 2012-ലാണ് അഗ്നി 5 ടെസ്റ്റ് ഫയർ ചെയ്തത്. ഓക്കെ, അഗ്നി സീരീസിലെ ഫസ്റ്റ് മിസൈൽ എന്ന് പറയുന്നത് അഗ്നി 1 ആയിരുന്നു. അതിന്റെ റേഞ്ച് 750 കിലോമീറ്റർ തൊട്ട് 750 കിലോമീറ്റർ തൊട്ട് 1200 കിലോമീറ്റർ വരെയാണ്. ഓക്കെ, പക്ഷേ ഈ അഗ്നി 5 എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അഗ്നി 2 വന്നു, അഗ്നി 3 വന്നു, അഗ്നി 4 വന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് 2012-ൽ അഗ്നി 5 ടെസ്റ്റ് ഫയർ ചെയ്തു. അതിന്റെ റേഞ്ച് ഒരു 5000 തൊട്ട് ഏകദേശം 8000 കിലോമീറ്റർ വരെയാണ്. ഒരു ഇന്റർ കോണ്ടിനെന്റൽ മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അടുത്ത അഗ്നി സീരീസിലുള്ള മിസൈൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. അത് അഗ്നി 6 ആണ്. അത് ഇതുവരെ ടെസ്റ്റ് ഫയർ ചെയ്തിട്ടില്ല. ഓക്കെ, പരീക്ഷിച്ചിട്ടില്ല. അതിന്റെ റേഞ്ച് ഏകദേശം 12000 കിലോമീറ്ററിനടുത്ത് വരും. ഓക്കെ, അപ്പോൾ ഈ മോഡേൺ വാർഫെയറിൽ ഗൈഡഡ് മിസൈൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഗൈഡഡ് മിസൈൽസിനെ ഫുള്ളി കൺട്രോൾ ചെയ്യുന്നവരാണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്.
Guided missiles are completely controlled by electronic circuits. Okay. One of the most important development during World War II was radar. Radar. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. റേഡാർ. ഓക്കെ. ചില പ്രൊനൗൺസിയേഷനിൽ ആർ സൈലന്റ് ആയിരിക്കും. റേഡാർ എന്നും പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും അമേരിക്കൻ ഇംഗ്ലീഷിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ. എന്താണ് ഈ റേഡാറിന്റെ ഫുൾ ഫോം എന്താണ്? റേഡാറിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ച്. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ച്. ഇത് സെക്കൻഡ് വേൾഡ് വാർ സമയത്താണ് ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ. റോബർട്ട് അലക്സാണ്ടർ വാട്സൺ വാട്ട് അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ. റോബർട്ട് അലക്സാണ്ടർ വാട്സൺ വാട്ട് അദ്ദേഹമാണ് ഈ റഡാർ ഈ ബ്രിട്ടീഷ് എയർഫോഴ്സിന് വേണ്ടി സ്ഥാപിച്ചു കൊടുത്തത്. ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള റഡാർ. ഈ റഡാറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡ് വേൾഡ് വാറിൽ ആക്ച്വലി ബ്രിട്ടനെ ജർമ്മൻ എയർക്രാഫ്റ്റിൽ നിന്ന് രക്ഷിച്ചത് ഈ റേഡാർ ആയിരുന്നു. ആ റോബർട്ട് അലക്സാണ്ടർ വാട്സൺ വാട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ആ റഡാർ സിസ്റ്റമാണ് ബ്രിട്ടനെ ജർമ്മനിയുടെ ഫൈറ്റർ ജെറ്റ്സിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഓക്കെ. അപ്പോൾ രണ്ടാം സെക്കൻഡ് വേൾഡ് വാറിലെ ഒരു സുപ്രധാനമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു ഈ റേഡാർ എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ആണ്. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ച്. ആക്ച്വലി ബ്രിട്ടനെ സേവ് ചെയ്ത ഒരു സുപ്രധാന കണ്ടുപിടുത്തമായിരുന്നു റേഡാർ എന്ന് പറയുന്നത്. ഓക്കെ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് റഡാർ? ഓക്കെ. Radar is used to detect the presence of enemy fighter jets, enemy ship, etc. ശത്രുരാജ്യത്തിന്റെ വിമാനത്തിന്റെയും ഷിപ്പിന്റെയും മറ്റും പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി റേഡാർ യൂസ് ചെയ്യുന്നു. പ്രസൻസ് മാത്രമല്ല, അവയുടെ എക്സാക്ട് ലൊക്കേഷൻ പോലും നമുക്ക് റേഡാർ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ദിസ് റേഡാർ ഹെൽപ്പ് us to find the presence of enemy fighter jets, enemy ship, etc. Okay. It is also help us to find the exact location of enemy aircraft. Enemy aircraft in the presence മാത്രമല്ല, അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാനും ഈ റേഡാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ശത്രുരാജ്യത്തിന്റെ ഒരു ഫൈറ്റർ ജെറ്റ്സിന്റെ പൊസിഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനെ ആന്റി എയർക്രാഫ്റ്റ് ഗൺ, വിമാന വേദ തോക്കുകൾ എന്ന് പറയും. ഓക്കെ. ആ ആന്റി എയർക്രാഫ്റ്റ് ഗൺ ഉപയോഗിച്ച് നമുക്ക് ഷോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. ഓക്കെ. The anti-aircraft guns can shot down aircraft. അതിന്റെ ശത്രുരാജ്യത്തിന്റെ ഫൈറ്റർ ജെറ്റ്സിന്റെ എക്സാക്ട് പൊസിഷൻ കണ്ടുപിടിച്ചാൽ ഈ ആന്റി എയർക്രാഫ്റ്റ് ഗൺ ഉപയോഗിച്ച് നമുക്ക് ഷോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇന്ന് ഈ റഡാറും ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ. അതിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അതിനകത്ത് ഫുൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ. ആധുനിക കാലത്ത് ഈ റഡാർ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ശത്രുരാജ്യത്തിന്റെ ഫൈറ്റർ ജെറ്റ്സിന്റെയും ഷിപ്പിന്റെയും പ്രസൻസ് കണ്ടുപിടിക്കുക, അവയുടെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കുക. അവ എത്ര കിലോമീറ്റർ അകലെയാണ് നമ്മളിൽ നിന്ന്, എത്ര കിലോമീറ്റർ അകലെയാണ്, അവയുടെ എക്സാക്ട് ലൊക്കേഷൻ എന്താണ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ റേഡാർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് ആന്റി എയർക്രാഫ്റ്റ് ഗൺ, അതായത് വിമാന വേദ തോക്ക് വെച്ച് ഈ ഫൈറ്റർ ജെറ്റ്സിനെ വെടിവെച്ചിടാം, അല്ലെങ്കിൽ മിസൈൽസ് ഉപയോഗിച്ച് ഫൈറ്റർ ജെറ്റ്സിനെ തകർക്കാൻ പറ്റും. ഇന്ന് ഈ റേഡാറും അതേപോലെ ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്.
അതിനെ കൺട്രോൾ ചെയ്യുന്നൊരു ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം കാണും. അങ്ങനെ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം അതിന്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് S-400. S-400 എന്ന് പറഞ്ഞ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പവർഫുൾ റേഡാർ കൊണ്ട് ഏകദേശം 400 കിലോമീറ്റർ അകലെയുള്ള ശത്രുരാജ്യത്തിന്റെ വിമാനം പോലും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. 400 കിലോമീറ്റർ, 400 കിലോമീറ്റർ അകലെയുള്ള വിമാനം പോലും കണ്ടുപിടിക്കാൻ കഴിയും. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ S-400-നകത്ത് ഏകദേശം 120 മിസൈൽസ് കാണും. ഈ വിമാനം ആ മിസൈലിന്റെ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ആ മിസൈൽ ഉപയോഗിച്ച് തകർക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡിഫൻസ് സെക്ടറിൽ ഇലക്ട്രോണിക്സിന്റെ ആപ്ലിക്കേഷൻ. ഓക്കെ.